കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. പ്രതികൾ എന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങളും പുറത്തുവിട്ടു. ഷബീർ, ജാഫർ, നിയാസ് എന്നിവരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, കൊടുവള്ളി പരപ്പാറയിലെ അന്നൂസ് റോഷൻ എന്ന ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് പോലീസ് നിർണായകമായൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രതികൾ എന്ന് സംശയിക്കുന്ന ആളുകളുടെ ലുക്കൌട്ട് നോട്ടീസാണ് പോലീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 3 പേരുടെ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഷബീർ, ജാഫർ, നിയാസ് എന്നിവരുടെ വിവരങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. വിവരം പുറത്തുവരുന്നുണ്ട്. ഈ സംഭവത്തിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടുവള്ളി സ്വദേശ് മുഹമ്മദ് ഷാഫിയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടരാം. തീർച്ചയായും അതെ, മുഹമ്മദ് ഷാഫിയുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ആണ് 3 പേരെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു രീതി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ സംഭവം നടന്ന അതിന്റെ തൊട്ട് പിറ്റേന്ന് തന്നെ 2 പേരെയും അതിന്റെ പിന്നാലെ ഒരാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ആ 3 പേരെ ചോദ്യം ചെയ്തതിൽ ഒരാളാണ് ഈ കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഷാഫി. ആ മുഹമ്മദ് ഷാഫിയുടെ അറസ്റ്റാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെയാണ് ഈ ഷബീറും ജാഫറും അടക്കമുള്ള 3 പേരുടെ ലുക്കൌട്ട് നോട്ടീസ് കൂടി കൊടുവള്ളി പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്നൂസ് റോഷനെ ഇനിയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മലപ്പുറം ഭാഗത്ത് അന്നൂസ് റോഷൻ ഉണ്ട് എന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണ സംഘം അത് കൃത്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അന്നൂസ് റോഷനെ കണ്ടെത്താനുള്ള ഒരു ഊർജിത ശ്രമമാണ് പോലീസ് നടത്തുന്നത്. കൂടാതെ പ്രതികളെയും കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അന്നത്തെ ദിവസം, ഈ സംഭവ ദിവസം, വെള്ള സ്വിഫ്റ്റ് കാറിൽ വൈകിട്ട് 4 മണിയോടുകൂടി അന്നൂസ് റോഷന്റെ പരപ്പാറയിലുള്ള വീട്ടിലേക്ക് പ്രതികൾ എത്തുകയും അതിന് മുന്നോടിയായി തന്നെ 2 പേർ ബൈക്കുകളിൽ എത്തി ഈ അന്നൂസ് റോഷന്റെ പിതാവ് ഇസ്മായിലിനെ അബ്ദുൾ റഷീദിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നൂസ് റോഷന്റെ ജ്യേഷ്ഠൻ ഗൾഫിലുള്ള അജ്മൽ റോഷനുമായി ഉണ്ടായ സാമ്പത്തിക തർക്കമാണ് അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമായതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൽ ആണ് ഇപ്പോൾ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഹമ്മദ് ഷാഫി എന്ന കൊടുവള്ളി സ്വദേശിയുടെ അറസ്റ്റ്, അയാളുടെ സഹായം പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ മറ്റു 3 പേരുടെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദീപ്തി. അതുപോലെ ഈ ഒരു പ്രതിനെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പ്രതികളിലേക്ക് ഉടനെ തന്നെ എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് മറ്റു പ്രതികളിലേക്ക് ഉടനെ തന്നെ എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും പോലീസിന് മുഴുവൻ പ്രതികളെ കുറിച്ചും കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കൊടുവള്ളി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത് ഷാഫി അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ പ്രതികളെ കുറിച്ച് കൃത്യമായ വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു. പരപ്പാറയിലെ ഒരു ചായക്കടയിൽ ഇവർ ചായ കുടിക്കാൻ കാർ നിർത്തിയതടക്കമുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇവരെക്കുറിച്ചുള്ള വ്യക്തതയും പോലീസിന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ മറ്റ് CCTV കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പ്രതികളെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതികൾ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ പ്രതികൾ ഈ അന്നൂസ് റോഷനുമായി ഒളിവിൽ കഴിയുകയാണ്. ഈ അന്നൂസ് റോഷൻ ഇപ്പോഴും സുരക്ഷിതനാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ ഉദ്ദേശം സാമ്പത്തിക ഇടപാട് തീർക്കുക എന്നുള്ളതാണ്, മറ്റ് ഉദ്ദേശങ്ങളില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് മറ്റു പ്രതികളെ കൂടി കണ്ടെത്താനുള്ളൊരു പരിശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നത്. ശരി. കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. അതേസമയം കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഷാഫിയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.